ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ ഇനി നടക്കാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് കല്യാണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയും, മോളുടെ അച്ഛൻ ഒരുപാട് ജോലി ഇനിയും ബാക്കി കിടക്കുക, കല്യാണ ചെറുക്കനും കൂട്ടുകാർക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നത്, വീട്ടിൽ താമസിച്ചാ പോരെ എന്ന്. അയ്യോ മോളെ ശ്രുതി, എൻ്റെ വീട് ചെറുതല്ലേ, അവിടെ എത്രയും പേര് എങ്ങനെ തങ്ങാനാ? അപ്പോൾ ഞങ്ങളുടെ വീട് നിങ്ങൾ മറന്നുപോയോ? അവരോടൊക്കെ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് പറ, അങ്ങനെ മിച്ചം വരുന്ന ക്യാഷിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് ചോദിക്കാട്ടോ ശ്രുതി. അത് കേട്ട് നമ്മുടെ അമ്മായും പറയാണ്, ശ്രുതി പറഞ്ഞത് ശരിയാണ്, കുറച്ച് പേര് ഇവിടെ വന്ന് താമസിക്കട്ടെ, അങ്ങനെ ഞങ്ങളുടെ വീട് നിങ്ങൾ മറന്നുപോയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രമീള ഇങ്ങനെ അമ്മായിനെ വലിച്ചോണ്ടിരിക്കട്ടോ. അപ്പൊ എന്താണ് പ്രമീള എടുത്തി? അത് പിന്നെ രാധ, ഇവിടെ അശ്വൻ മോൻ ഉള്ളതല്ലേ, അപ്പോൾ അവരോട് ഇവിടെ വന്ന് താമസിക്കാൻ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണേ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഇവിടെ അശ്വൻ മോനുള്ളത് ഞാൻ മറന്നേ പോയി, ഇതിപ്പോൾ അശ്വൻ മോനോട് ചോദിക്കാതെ ഇപ്പോൾ എങ്ങനെയാ എന്ന് ചോദിക്കുന്നത് കേട്ട ശ്രുതി അശ്വിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിറയെ കൊതുവായിരിക്കും കേട്ടോ റൂമില്. അപ്പോൾ കൊതുവിനെ അടിക്കുന്ന ബാറ്റ് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് വരുമായിരിക്കും. ശ്രുതിയെ കണ്ടതും ശ്രുതി കൊതുകിനെ അടിക്കുന്ന ബാറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അടുത്തുള്ള വീട്ടുകാർ വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, AC ഓൺ ചെയ്താൽ കൊതൊക്കെ പോയിരിക്കും. അപ്പോൾ അവിടെ വന്ന സ്ത്രീയോട് അമ്മായി വീണ്ടും പറയുന്നുണ്ട്, അശ്വിൻ മോനുള്ള കാര്യം ഞാൻ മറന്നേ പോയി എന്ന് പറയുമ്പോൾ അശ്വിൻ ഇത് കേൾക്കുകയും, അമ്മായി എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ശ്രുതി ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിയുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നുകയാണ്, ഇവരെന്തായാലും AC ഓൺ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അമ്മായി ആണെങ്കിൽ ഗസ്റ്റ് വന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരു അവസരം മിസ്സാക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയും, കേട്ടില്ല അമ്മായി, അശ്വിൻ സാറിന് ഒരു കുഴപ്പമില്ല. അപ്പം അശ്വിൻ പറയും, അല്ല അതിലിപ്പം എന്താ പ്രോബ്ലം, ഉള്ളിൽ പോയി AC ഓൺ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അപ്പോഴേക്കും വീണ്ടും ചാടി കയറി പറയാണ്, അമ്മായി എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ. ആ സമയത്ത് പ്രമീള അശ്വിനോട് പറയുന്നുണ്ട്, മോനെ അങ്ങനെയല്ല, നീ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാന്ന് പറയണേ. അതിലിപ്പോൾ എന്താ ഇത്ര ആലോചിക്കാൻ ആൻറ്റി, ഉള്ളിൽ പോയി AC ഓൺ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ശ്രുതി ചാടി കയറുകയാണ്. ഇതിലൊക്കെ ഇത്ര പ്രോഗ്രാമൊക്കെ ഓക്കെ ആണെന്ന് പറയാണ് ശ്രുതി. ആ സമയത്ത് അശ്വിനാണെങ്കിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ ഉള്ളിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് AC ഓൺ ചെയ്യുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അമ്മായും ആൻറ്റിയും മാറി മാറി പറയുന്നുണ്ടല്ലോ, ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എന്ന്, എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലാപ്പിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറുക്കൻ വീട്ടുകാർ ഇവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മായും പറയും, പ്രശ്നമൊന്നുമില്ല, വരുന്ന ആളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ആ വന്ന സ്ത്രീക്ക് വളരെ സന്തോഷമാവാണ്. എന്നിട്ട് ശ്രുതിയെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒക്കെ ശ്രുതിയുടെ നല്ല മനസ്സാ എന്നും പറഞ്ഞിട്ട് പോകുന്നത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ ശരി എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിങ്ങൾക്ക് വിനയാവാൻ പോവുക, എന്തൊക്കെയാ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിച്ചിട്ടാണ് കേട്ടോ ശ്രുതി നിൽക്കുന്നത്. പിന്നീട് അശ്വിനാണെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ബെഡിൽ ഒരു കമ്പിളി കൊണ്ട് മൂടിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. അങ്ങനെ അവിടേക്ക് നമ്മുടെ അമ്മായി ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ ശ്രുതിയോട് അമ്മായി ചോദിക്കും, എന്ത് പറ്റി ശ്രുതി, നിനക്ക് വല്ല പനിയും പിടിച്ചോ, ഇങ്ങനെ കമ്പിളി എടുത്ത് മൂടി പൊതിച്ചിരിക്കുന്നു, എന്ത് പറ്റിയെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അശ്വിനായിരിക്കട്ടോ അതിന് മറുപടി പറയുന്നത്. അപ്പൊ ശ്രുതി AC നോക്കൂട്ടോ, ഓ AC ആണോ പ്രശ്നം, അശ്വിന്റെ വീട്ടിലും AC ഒക്കെ ഉള്ളതല്ലേ? ആ അമ്മായി, പക്ഷേ വീടും വളരെ വലുതാണ്, AC വളരെ വലുതാണ്, പക്ഷെ ഇവിടെ ആണെങ്കിൽ AC ആണ് വലുത് എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാട്ടോ. അമ്മായി, ഇനി ഒരു കമ്പിളി കൂടി ഇവിടെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ വാ കൂടി മൂടാൻ വേണ്ടിയിട്ട് പറ, ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാലോ എന്ന് പറയാട്ടോ. അശ്വിൻ അത് കേട്ടത് നമ്മുടെ അമ്മായിക്ക് അങ്ങ് ചിരി വരികയാണേ. ശരി അമ്മ പറഞ്ഞത്, ചില നേരത്തെ ഇവളുടെ സംസാരം കേട്ടാ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് മൂടി പൊതിച്ച് നമ്മുടെ ശ്രുതി അമ്മായി കൊടുത്ത ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ അശ്വിന ശ്രുതിയെ കാണുന്ന നേരം ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ വേണ്ടിയിട്ട് തോന്നുകയാണേ. അങ്ങനെ അടുത്തേക്ക് പോകുന്ന നേരം ശ്രുതിക്കാണെങ്കിൽ എന്തോ പോലെ തോന്നുകയാണ്. ഇങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് മുഖം കൊണ്ട് ചെല്ലുന്ന നേരത്ത് ശ്രുതി അങ്ങ് ബാക്കോട്ട് വലിഞ്ഞ് നിൽക്കാട്ടോ. എന്നിട്ട് അശ്വിൻ മുഖത്ത് തൊടാൻ വേണ്ടി ശ്രുതി വീണ്ടും ബാക്കിലോട്ട് വലിയാണ്. പക്ഷൻ പറയും, ശ്രുതി നിന്റെ മുഖം ചുവന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ആ കമ്പിളിയൊക്കെ അവിടെ ഇട്ടിട്ട് എണീക്കുകയാണ് കേട്ടോ. അത് AC അങ്ങനെ ഇട്ടാൽ വന്നതാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് അശ്വിനും
പിറകെ പോകുന്നുണ്ട്. അവിടേക്കാണെങ്കിൽ കുറേ പിള്ളേർ അങ്ങ് കയറി വരാണ് കേട്ടോ. അപ്പൊ ആ കുട്ടികൾക്ക് ഓടി വന്ന് തട്ടുന്നത് നമ്മുടെ അശ്വിനെ ആയിരിക്കും. മാമ ഇതൊക്കെ ഞങ്ങൾ എവിടെയാ വെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാട്ട് എന്ന് ചോദിക്കുക കേട്ടോ അശ്വിൻ. അപ്പോഴേക്കും അവിടേക്ക് ശ്രുതി വന്നിട്ട് ഇതൊക്കെ മാമനോട് ചോദിക്കേണ്ട കാര്യം എന്താ, ഇത് പുറത്ത് കൊണ്ടുവയ്ക്കുകയെന്ന് പറയണേ. അശ്വിനാണെങ്കിൽ ഇവരൊക്കെ കാണുമ്പോഴേക്കും ദേഷ്യം പിടിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.